കശ്മീരിലുണ്ടായ പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളാണ് ഇന്ന് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ട്. വിവിധ നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും സിന്ധു നദീജല കരാറിൽ നിന്ന് അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറലാണ് ഏറ്റവും പ്രത്യാഘാതമുണ്ടാക്കുന്ന നിലപാടായി ലോകമിന്ന് വിലയിരുത്തുന്നത്. 1947 വിഭജന സമയത്തു തന്നെ ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിൽ എത്തിച്ചേരുന്ന നദികളുടെ ജലവിനിയോഗം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ വിഷയം എത്രമാത്രം സ്ഫോടനാത്മകമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ വിഷയത്തിൽ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ മാത്രം മതിയാകും. നെഹ്റു എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദികളുടെ ജലവിനിയോഗം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്നായിരുന്നു. ജിന്ന പറഞ്ഞതാവട്ടെ, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഔദാര്യത്തിൽ കിട്ടുന്ന വെള്ളം കൊണ്ട് പാകിസ്ഥാൻ ഫലപുഷ്ടിയുള്ള ഒരു ഭൂമിയായിരിക്കുന്നതിനേക്കാൾ പാകിസ്ഥാൻ ഒരു മരുഭൂമിയായി കാണുന്നതാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നാണ്. ഏതായാലും വിഭജന സമയത്തുണ്ടായ ധാരണ പ്രകാരം 1948 മാർച്ച് 31 വരെ ഈ നദികളുടെ ജലത്തിനുമേൽ പാകിസ്ഥാന് പൂർണ്ണ അവകാശം വിട്ടു നൽകി. ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ ഇതര ജലവിതരണ സംവിധാനങ്ങൾ രൂപീകരിക്കണം എന്നതായിരുന്നു ധാരണ. എന്നാൽ പാകിസ്ഥാൻ ഒരു സംവിധാനവും രൂപീകരിച്ചില്ല എന്ന് മാത്രമല്ല, 1948 ഏപ്രിൽ 1 ഇന്ത്യ വെള്ളം നിയന്ത്രിച്ചതോടുകൂടി പാകിസ്ഥാനിൽ രൂക്ഷമായ ജലക്ഷാമമുണ്ടാകുകയും പാകിസ്ഥാന്റെ റാഗി വിളകൾക്ക് വലിയ രീതിയിൽ നാശം നേരിടുകയും ചെയ്തു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘർഷത്തിന് വഴിവെക്കുകയും ഒരു യുദ്ധം ഒഴിവാക്കുവാനായി അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ അന്താരാഷ്ട്ര ഇടപെടലുകളുടെ ഫലമായി 1948 മെയ് മാസത്തിൽ തന്നെ പുതിയൊരു ധാരണയ്ക്ക് ഇരു രാജ്യങ്ങളും രൂപം കൊടുത്തു. ഇതുപ്രകാരം പാകിസ്ഥാൻ എത്രയും വേഗം ഇറിഗേഷൻ പ്രോജക്റ്റുകൾ സ്ഥാപിക്കണമെന്നും അതുവരെ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിന് പകരമായി അവർ പണം നൽകണമെന്നുമായിരുന്നു ധാരണകൾ. എന്നാൽ 1949 പാകിസ്ഥാൻ ഇന്ത്യക്ക് പണം നൽകുന്നത് ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയും തുടർന്നും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. 1951 ഇരു രാജ്യങ്ങളും ഇറിഗേഷൻ പ്രോജക്റ്റുകളുടെ നിർമ്മാണത്തിനായി ലോകബാങ്കിനെ സമീപിച്ചതോടെ ലോകബാങ്ക് മധ്യസ്ഥം വഹിക്കുന്ന ഒരു സാഹചര്യം സിന്ധു നദീജല കരാറിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. 1951 ആരംഭിച്ച് നീണ്ട 9 വർഷങ്ങളുടെ ചർച്ചകൾക്കൊടുവിലാണ് 1960 സെപ്റ്റംബർ മാസം 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ജനറൽ അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇൻഡസ് വാലി ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ യാഥാർത്ഥ്യമായത്. കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു, ജനാബ്, ധലം എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാന് ലഭിക്കുകയും കിഴക്കൻ നദികളായ രവി, സത്ലജ്, ബിയാസ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആകെ വെള്ളത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 80% ജലവും ലഭിച്ചത് പാകിസ്ഥാനാണ്. ഇന്ത്യക്ക് കേവലം 20% മാത്രമാണ് ലഭിച്ചത്. ഇനി ഈ ജലം ഉപയോഗിച്ച് സമ്പുഷ്ടമാകുന്ന ഭൂമിയുടെ കളവ് കണക്കിലെടുത്താൽ ആകെ 2,60,00,000 ഏക്കർ സ്ഥലമാണ് ഈ ജലത്താൽ സമ്പുഷ്ടമാകുന്നത്. ഇതിൽ 2,10,00,000 ഏക്കർ സ്ഥലവും പാകിസ്ഥാനിലും കേവലം 50,00,000 ഏക്കർ സ്ഥലം ഇന്ത്യയിലുമാണ് നിലകൊള്ളുന്നത്. എന്നിരുന്നാൽ പോലും തങ്ങൾക്ക് പ്രതികൂലമായിരുന്നിട്ടും 1965 1971 1999 ഇൻഡോ പാക് യുദ്ധങ്ങളുടെ സാഹചര്യത്തിൽ പോലും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്നോക്കം പോയിരുന്നില്ല. പത്താൻകോട്ട്, ഉറി എന്നീ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കരാറിൽ നിന്ന് പിന്നോക്കം പോകണമെന്ന മുറവിളി ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നുവെങ്കിലും മാനുഷികത വിചാരിച്ച് ഇന്ത്യൻ ഭരണകൂടം കരാറിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ ഉണ്ടായ സംഘർഷം മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്നതാണ് എന്ന രാജ്യത്തിൻ്റെ വിലയിരുത്തലാണ് കരാറിൽ നിന്ന് പിന്നോക്കം പോകുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നീണ്ട 65 വർഷം നിലനിന്ന പാലിക്കപ്പെട്ടു പോന്ന സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറൽ പാകിസ്ഥാൻ സമ്പദ്ഘടനയ്ക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. പാകിസ്ഥാൻ ഇന്നും കൃഷിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ ജലദൗർലഭ്യം അവർക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒട്ടും ചെറുതായിരിക്കുകയില്ല. കിഴക്കൻ പാകിസ്ഥാനെ ഇന്ത്യയുടെ ഈ നിലപാട് പൂർണ്ണമായും വരൾച്ചാ ബാധിത പ്രദേശമാക്കി മാറ്റുമെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വിലയിരുത്തലുകൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യ പാക് സംഘർഷങ്ങളെ ഈ തീരുമാനം പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുമെന്ന ചിന്ത നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.